കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ പുതിയ റീച്ചിന്റെ നിർമ്മാണം ആരംഭിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയെ മിടുക്കിയാക്കുവാൻ ഇത്തരം പാതകൾ അതിവേഗത്തിൽ നിർമ്മിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമീണ ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക വഴി സാധാരണ ജനങ്ങളുടെ ജീവിതം ഉന്നത നിലവാരത്തിൽ എത്തിക്കാനാണ് മലയോര ഹൈവേ നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ 1336 കിലോമീറ്റർ ദൂരത്തിൽ സംസ്ഥാനപാത 59ന്റെ ഭാഗമായാണ് ഹൈവേ നിർമ്മാണം. ഇതിൽ കോട്ടയം ജില്ലയുടെ അതിർത്തിയായ മുണ്ടക്കയം മുതൽ കുട്ടിക്കാനം വഴി ഏലപ്പാറ, കട്ടപ്പന എന്നിവിടങ്ങളിലേക്കാണ് പാത കടന്നുവരുന്നത്. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള പാതയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. പ്രകൃതി സുന്ദരമായ തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടുന്ന മനോഹര കാഴ്ചകൾ ആസ്വദിച്ച് ഇതുവഴിയുള്ള യാത്ര ഏറെ മനോഹരമാണ്. ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുള്ള നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. കുട്ടിക്കാനത്ത് നിന്ന് ആരംഭിച്ച ഇടുക്കിയിലേക്ക് വരുന്ന കട്ടപ്പന വരെയുള്ള ഭാഗം മലയോര ഹൈവേയുടെ പോർഷനായി ആദ്യഘട്ടം കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇന്ന് ആ വഴി യാത്ര ചെയ്യുന്നവർക്കറിയാം, സുന്ദരമായ മനോഹരമായ കാഴ്ചകൾ, വളരെ നല്ല നിലയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം, അടിസ്ഥാന സൗകര്യ രംഗത്ത് റോഡ് നവീകരണത്തിലുണ്ടായ മാറ്റങ്ങൾ, ചപ്പാത്ത് മുതൽ കട്ടപ്പനയുള്ള റീച്ചിന്റെയും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 150 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. പ്രവർത്തനങ്ങൾ അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. താമസിയാതെ തന്നെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കട്ടപ്പനയിൽ എത്തിച്ചേരുകയും ആ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നതാണ്. സമയദൈർഘ്യം കുറച്ചുകൊണ്ടുവരാനും യാത്ര സുഗമമാക്കുവാനും കഴിയുന്ന ഒരു വലിയ സാധ്യതകളാണ് നമ്മൾ മുമ്പിലുള്ളത്. ഈ റോഡിന്റെയും കൂടി പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ 4 മണിക്കൂർ കൊണ്ട് കട്ടപ്പനയിൽ നിന്ന് തിരുവനന്തപുരത്തെത്താൻ സാധിക്കുമെന്ന് തെളിയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 150 കോടി രൂപയാണ് ഈ നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. റോഡിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാകും. ഇടുക്കി ജില്ലയിലെ എളംപ്ലാശ്ശേരി, മാങ്കുളം, കല്ലാർ, ആനച്ചാൽ, രാജാക്കാട്, തിങ്കൾക്കാട്, മയിലാടുംപാറ, നെടുങ്കണ്ടം, പുളിയന്മല, കട്ടപ്പന, ഏലപ്പാറ, കുട്ടിക്കാനം എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശമായ മുണ്ടക്കയത്ത് വെച്ച് പാത കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ് മലയോര ഹൈവേ. ഇടുക്കിയെ മിടുക്കിയാക്കുവാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.